ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിൻ്റെ മീഷോയുടെ ക്ലിപ്പ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 147 രൂപയ്ക്കാണ് ഈ ബെല്ല് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ബെല്ലാണ്. ബെല്ലെന്ന് പറഞ്ഞാൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ചെറിയ 60 ബെൽസാണ് 147 രൂപയ്ക്ക് കിട്ടുന്നത്. നമുക്ക് 60 ബെൽസുണ്ട്, 75 ബെൽസുണ്ട്, അങ്ങനെ പല എണ്ണത്തിൽ ബെൽസ് കിട്ടും. 60, 75 ഇപ്പം ഞാൻ വാങ്ങിച്ച ഇതിലുള്ളത്. ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ്, ഭയങ്കര വെയിറ്റ് കുറവാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു മെറ്റലിൽ ഉണ്ടാക്കിയിട്ട് അതിന് ഗോൾഡൻ ഫിനിഷിങ് ടച്ച്, നല്ല രീതിയിലുള്ളൊരു പോളിഷിങ് കൊടുത്തിരിക്കുന്നതാണ്. കാണുമ്പോൾ നമുക്ക് ഈ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ കളർ പോളിഷ്ഡ് ആയിട്ടുള്ള വിളക്കൊക്കെ പോലത്തെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ രീതി, ആ ബെൽസൊക്കെ കാണുന്ന രീതിയിൽ തന്നെയുള്ള പെയിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ കാണാൻ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പം ഞാനത് എടുത്തിട്ട് ഓരോന്നും 60 എണ്ണം നോക്കി ഒരു റോയിൽ 10 എണ്ണം വീതം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഫ്രണ്ടിലത്തെ റോയിൽ ഇരിക്കുന്ന 2 എണ്ണം എക്സ്ട്രാ കിട്ടിയിരിക്കുന്നതാണ്. അതായത് എനിക്ക് 60 എണ്ണത്തിന് 147 പാക്കറ്റിൽ 62 ബെല്ലുകൾ വന്നു. 2 എണ്ണം എക്സ്ട്രാ ഇട്ടതാണോ, ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും എണ്ണം തെറ്റിപ്പോയതാണോ എന്നറിയത്തില്ല. ഏതായാലും അങ്ങനെ 62 എണ്ണം കിട്ടി. ഇപ്പം നിങ്ങൾ ആ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ സൈസ്, അതായത് ആ ഹൈറ്റ് ഭയങ്കര കുറവാണ്. അടിയിൽ നല്ല ആ ഒരു അത്യാവശ്യം വേണ്ട വലിപ്പം റൗണ്ട് ഉണ്ട്. നീളം പറയുവാണെങ്കിൽ അധികമില്ല. അതിനകത്ത് നോക്കുമ്പോൾ കാണാം ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടാണ് സാധനം കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ് ആണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ് തന്നെയാണ്. നമ്മൾ ഞെക്കി നോക്കുമ്പോഴത്തേനും അത് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണെങ്കിലും ചളുങ്ങുന്നോ അമുങ്ങി ഷേപ്പ് മാറുന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ ഉള്ള അത്രയും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരെണ്ണം നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ അടിക്കുമ്പം വലിയ സൗണ്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ. 2 എണ്ണം കൂട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കുവാണെങ്കിൽ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് അകത്തെ ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ അതോട് കൂടി തന്നെയാണ് പുറത്തോട്ടുള്ള ആ ഒരു റൗണ്ട് ഹാങ്ങിങ്ങൂടെ വരുന്നത്. ഇതിങ്ങനെ ഒരു 60 എണ്ണോടെ ഒരു പാക്കറ്റിൽ, സാധാ പ്ലാസ്റ്റിക് പാക്കറ്റിലിട്ടിട്ട് നമ്മുടെ ബബിൾ റാപ്പ് ചെയ്ത് മീഷോയുടെ കവറിലാണ് പാക്കേജിങ് വരുന്നത്. അത് ബബിൾ റാപ്പ് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇല്ലെങ്കിൽ തന്നെയും അത് ചളുങ്ങുന്ന ഒരു രീതിയില്ല. ബബിൾ റാപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും അത് ചളുങ്ങിയോ ഡാമേജ്ഡ് ആയിട്ടൊന്നുമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പല രീതിയിൽ ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സെയിൽ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനുള്ള വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കിയിടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ അതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്ന ആൾക്കാർക്ക് അതിൻ്റെ വോൾ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ അതിനടിയിൽ ഈ ബെൽസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷോ ആയിട്ട് കിടന്നോളും. ഒരുപാട് സൗണ്ടും ഇല്ല, എന്നാൽ ഗോൾഡൻ ഫിനിഷിങ് വരുന്നതുകൊണ്ട് എവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു നീറ്റ് ലുക്കിലിരുന്നോളും. പിന്നെ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്ന പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഡോറിൽ എപ്പോഴും ഇങ്ങനെ ഹോൾസായിട്ട് അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പം ആ ഓരോ ഹോളിലും കൃത്യമായിട്ട് നമുക്ക് ഈ ബെൽസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ നല്ലൊരു സൗണ്ട് കിട്ടും. നമുക്കിങ്ങനെ ബാൽക്കണീസിലൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാനായിട്ട് ഇടാനാണെങ്കിൽ അതും ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നിയതാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവരുടെ കഴുത്തേലിട്ട് കൊടുക്കാനും നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം അല്ലാതെ ഇങ്ങനെ ഡോറിൽ പൂജാമുറിയുടെ ആണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള ഡോറിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട് ഏറ്റവും ടോപ്പ് വശത്ത് നമുക്കതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഹാങ് ചെയ്തിടാനൊക്കെ കൊള്ളാവുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രിസ്മസ് ഡെക്കറായിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട് എന്തായാലും നമുക്ക് ബെൽസ് വേണം. സാധാരണ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബെൽസാണ് യൂസ് ചെയ്യാറുള്ളത്. പല കളറിലുള്ളത് കിട്ടും, പല കളറിലുള്ള ഒരു ഷോയാണ്, നല്ലത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം, ഒരു വർഷത്തിൽ കൂടുതലത്, ഒരു വർഷം മാക്സിമം 2 വർഷമൊക്കെ കൂടിയാണ് മാക്സിമം നമുക്കത് കിട്ടുക. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പല രീതിയിലും അത് ബ്രേക്കായി പോവുകയും ഉടഞ്ഞു പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും
അപ്പം ഇങ്ങനത്തെ ഒരു ബെല്ലുകളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുറേ കാലം നിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇപ്പം ആ ഒരു ക്രിസ്മസ് ഡെക്കറിന് വാങ്ങിക്കുന്ന ബെൽസ് നമുക്കറിയാം വളരെ കുറച്ചെണ്ണത്തിന് നല്ലൊരു എമൗണ്ട് ആവും. ഇത് വെച്ച് നോക്കുമ്പോഴത്തേന് ആ ഒരു ഗ്രീൻ എഫക്റ്റും ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ ഗോൾഡൻ കളറിൽ നല്ലൊരു ഷോ ആ ക്രിസ്മസ് ട്രീക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള ബെല്ലുകൾ തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മാറ്റി മാറ്റിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നവരാണ്, അതിനൊക്കെ ഒരു ടൈം കണ്ടെത്താൻ പറ്റുന്നവരാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കുറച്ച് ഗം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗിൽറ്ററായിട്ടുള്ള പൗഡേഴ്സ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലേക്കൊന്ന് ഷിവർ ചെയ്ത് കൊടുത്ത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പല കളറിലുള്ള ബെല്ലുകളാക്കിയും യൂസ് ചെയ്യാൻ പറ്റും. ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഈ മെറ്റലായതുകൊണ്ട് തന്നെ കുറേ കാലം നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി കളറ് ഇത് പോകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് കണ്ടിട്ട് വലിയ കാര്യമായിട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു കളർ ഫെയിലിയർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ രീതിയിൽ എന്തെങ്കിലും മാറ്റി അതിന് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റ് വാങ്ങി വെച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ബെല്ലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് 147 രൂപയ്ക്ക് 60 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലാഭമാണ്. ഒരുപാട് വർഷം യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെയും ഇതിന് പല ഉപയോഗങ്ങളും ഉണ്ടായിരിക്കാം. എൻ്റെ മനസ്സിൽ ഇല്ലെങ്കിൽ എനിക്ക് അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഹോളും വേളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ഇരിക്കുന്നത് ആ ഒരു 62 ഇങ്ങനെ വെക്കുമ്പം അങ്ങനെ ഇരിക്കുന്നത് കാണാനും നല്ല രസമാണ് കേട്ടോ. നല്ല ഷൈനിങ് ഉണ്ട്. ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ കിട്ടുമ്പോൾ. അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റാണ് അത്. ഞാൻ ആ കവർ വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പം ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.